കഴിഞ്ഞ 1-2 ദിവസമായിട്ട് അത്യാവശ്യം നല്ല മൂവ്മെന്റ് തന്നിരിക്കുന്ന ഗോൾഡിയം ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ടിലേക്ക്, വീക്ക്ലി ചാർട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ലെവലിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വേറൊരു പ്രൈസിന്റെ ഒരു സപ്പോർട്ട് ലെവലൂടെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ഭാഗം ഞാൻ കൃത്യമായിട്ട് ലിങ്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണ്, നമുക്ക് ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ വരച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഇവിടെ പ്രൈസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു പരിസരത്തും പ്രൈസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇവിടെ പ്രൈസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രൈസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു പരിസരത്തും പ്രൈസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ വാലിഡ് ആണ് എന്നൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഭാഗങ്ങൾ ഞാൻ കാണിച്ചത്. എന്നിട്ട് നമ്മളിപ്പം വീക്ക്ലി ചാർട്ടാണ്, വീക്ക്ലി ചാർട്ട് ഞാൻ നേരെ ഒന്ന് സൂം ചെയ്യുകയാണ് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഈ ഒരു ലെവലിലാണ്, ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ ദിവസം ചെറിയൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ വോളിയം അത്യാവശ്യം നല്ലതായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു കറക്റ്റ് ട്രെൻഡ് ലൈനിൽ വന്ന് അടിച്ചു നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈനെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ് എങ്കിൽ, ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഈ ഒരു ഭാഗത്തു നിന്ന്, ഈ ഒരു കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് കിട്ടിയിരിക്കുന്ന ഭാഗത്തു നിന്നും നമ്മൾ ആ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ എവിടെ നമുക്ക് എൻട്രിക്കായി ട്രൈ ചെയ്ത് കിട്ടും. അതായത് ഇപ്പം നിൽക്കുന്ന ഹൈ ഇതാണ്, ഈ ഹൈ അതായത് 418 റേഞ്ചിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. പക്ഷെ അതിന് മുന്നായിട്ട് 440 വന്നിട്ട് ഒരു ഹൈ ഉണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 440 എന്ന് പറയുന്ന ആ ഒരു ഹൈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ ഒരു ക്ലോസിങ് വിത്ത് വോളിയത്തോടു കൂടി കിട്ടിയെങ്കിൽ നമുക്കൊരു എൻട്രിക്കായി ട്രൈ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു പരിസരത്തെ ഈ ഒരു റേഞ്ചിൽ ഒരു ക്ലോസിംഗ് ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു എൻട്രിക്ക് വേണ്ടി ഇവിടെ ശ്രമിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് അത്യാവശ്യം ആളുകൾ ചാടി കയറാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വ്യൂ കാണിച്ചതെന്നുള്ളതേ ഉള്ളൂ. ഇതൊരു തരത്തിലുള്ള ബൈയിങ് അല്ലെങ്കിൽ സെല്ലിംഗ് റെക്കമെൻഡേഷനും അല്ല. നിങ്ങൾക്ക് ചാർട്ട് സ്വയം ഇവാലുവേറ്റ് ചെയ്യുക, സ്വയം പഠിക്കുക. ഞാൻ ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കണ്ട കാര്യങ്ങൾ ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ദെൻ, താങ്ക് യു.